ഇന്ന് നമുക്കൊരു അടിപൊളി തലക്കറി ഉണ്ടാക്കിയാലോ. മീനിൻ്റെ തല വെച്ചിട്ട് നമുക്കൊരു സൂപ്പർ മുളകിട്ട കറി ഉണ്ടാക്കാം. നല്ല പുളിയും നല്ല എരിവും ഒക്കെ കൂടിയിട്ടുള്ള ഒരു കറിയാണ്. അപ്പം അതുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മൺചട്ടിയിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഉലുവയും കടുകും ഒക്കെ ഇട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക കേട്ടോ. പൊട്ടിച്ച് വന്നതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇച്ചിരി പച്ചമുളകും ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള സവാളയും പിന്നെ ഒരു നല്ല പഴുത്ത വലുപ്പത്തിലുള്ള ഒരു തക്കാളിയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ആ വെളിച്ചെണ്ണയിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അത് വഴറ്റിയെടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഇച്ചിരി ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ പറ്റും. അത്യാവശ്യം ഒന്ന് വഴണ്ടി ഉടഞ്ഞ് വന്നതിന് ശേഷം നമുക്കതിലേക്ക് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി അങ്ങനെയുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അതും ഒന്ന് ആ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നത് വരെ. എന്നിട്ട് ഞാനിവിടെ വാളം പുളിയുടെ വെള്ളമുണ്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ആ ഒഴിക്കുന്ന വീഡിയോ എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പം നിങ്ങൾ വാളം പുളി നിങ്ങളുടെ പുളിക്ക് ആവശ്യമായിട്ട് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ കുടംപുളിയാണ് കയ്യിലിരിപ്പുണ്ടെങ്കിൽ അതൊരു 2 പീസ് ഇട്ട് കൊടുത്താൽ മതി. കൂടുതൽ ഇട്ട് കൊടുക്കരുത് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വന്നു കഴിഞ്ഞാൽ ഞാൻ ആ മീനിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ ആ ഒരു തലയും ഇട്ട് കൊടുക്കാം. പിന്നീട് ഒരു വാലിൻ്റെ കഷ്ണം ഒരു പീസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ തലയുടെ ടേസ്റ്റ് ആ കറിയിലേക്ക് വരുമുണ്ടല്ലോ, നല്ല ഒരു അടിപൊളി കപ്പയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ്. നല്ല പുളിയും നല്ല എരിവും ഒക്കെ ഉള്ളൊരു കറിയാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് തിളക്കട്ടെ. മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചോ കേട്ടോ. ഇത്തിരി നാടൻ കറിവേപ്പിലയും കൂടെ അതിൻ്റെ മുകളിലേക്ക് തൂകി കൊടുക്കുക. എന്നിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇതൊന്ന് വെന്ത് വരട്ടെ. തിളച്ച് വരുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും കേട്ടോ. അപ്പോൾ നന്നായിട്ട് ആവശ്യത്തിന് അതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അടപ്പൊന്ന് തുറന്ന് നോക്കുക. വാ, സൂപ്പർ മുളക് കറി തലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് തീ ഓഫ് ചെയ്യുക. വീണ്ടും അടച്ചു വെക്കുക കേട്ടോ. എന്നിട്ട് ചോറിൻ്റെ കൂടെ ആയാലും ദോശയുടെ കൂടെ ആയാലും ഒക്കെ സൂപ്പറാണ്. കപ്പയുടെ കൂടെ അതിലും സൂപ്പറാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.